Hello friends, welcome to channel. 𝙑𝙗𝙙𝙯 channel സ്വാഗതം. എൻ്റെ പേര് അജയ്. അപ്പോൾ എല്ലാവർക്കും സുഖം ശ്രദ്ധിക്കുന്നു. അപ്പോൾ നമ്മളൊന്ന് പറയാൻ പോകുന്നത് പുതിയ ബലീനോനെ കുറിച്ചാണ്. അപ്പോൾ നിങ്ങളർക്കും പുതിയ ബലീനോ നമുക്ക് റിലീസ് ആവാറായിട്ടുണ്ട്. നിങ്ങളിപ്പോൾ നമ്മുടെ മാരുതി സുസുക്കി അതിൻ്റെ കുറച്ച് ഗ്ലിംസസും കാര്യങ്ങളൊക്കെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്പെഷ്യൽ ഫീച്ചേഴ്സും ആഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്, അതുപോലെ അതിൻ്റെ നമ്മുടെ ഔട്ടർ ഷീറ്റ് മെറ്റലിൻ്റെ വെച്ചിങ്ങനെ ഷീറ്റിൻ്റെ ക്വാളിറ്റി കൂടിയിട്ടുണ്ട്, അതുകൊണ്ട് വെയിറ്റ് കൂടിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് നമുക്കിപ്പോൾ കുറേ ഇതുപോലെ ന്യൂസും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ചും കൂടി ഡീറ്റെയിൽസ് ആയിട്ട് നമുക്കൊന്ന് പറയാമെന്ന് വെച്ചാൽ അതിൻ്റെ കുറച്ചുകൂടി ഡീറ്റെയിൽസ് ഇപ്പോൾ ഔട്ടായിട്ടുണ്ട്. നമ്മുടെ ന്യൂസ് 24 എന്ന ചാനലിൽ നമുക്കിപ്പോൾ റഷ് ലൈനിലാണ് ശരിക്കും ആക്ച്വലി ഇതിൻ്റെ ഡീറ്റെയിൽസ് ഔട്ടായിക്കുന്നത്. എന്ന് വെച്ചാൽ ഓരോ വേരിയൻ്റ് വെച്ചിട്ടാണ് ഇപ്പോൾ ഡീറ്റെയിൽസ് ഔട്ടായിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഫുള്ള് പറയാം. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും പുതിയ ബലീനോ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും എന്തായാലും നമ്മൾ പഴയ ബലീനോ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഫീച്ചർ വൈസ് ആയാലും ഇപ്പോൾ ബേസ് വേരിയൻറ്റിൽ തന്നെ നല്ല ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. ഞാൻ എന്തായാലും അതിൻ്റെ ഡീറ്റെയിൽസ് ഫുൾ പറയാം. അതിന് മുമ്പ് ചാനൽ പുതിയ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ, അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷനൊക്കെ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കിയോട്ടെ. അതുപോലെ നമ്മുടെ ആമസോണിൻ്റെ സ്റ്റോർ നമ്മൾ തുടങ്ങിയിട്ടുണ്ടെന്ന് ഒന്ന് ചെക്കൗട്ട് ചെയ്യാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. URL ഞാൻ അവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. അപ്പോൾ തന്നെ നിങ്ങൾ എന്തായാലും ഫസ്റ്റ് തന്നെ ഇതുവരെ ഒരു ചെറിയ ഗ്ലിംസ് ആഡ് പോലെയൊക്കെ നിങ്ങൾ കണ്ടായിരിക്കും. അത് പുതിയ അതിൻ്റെ ഹെഡ്സ് അപ്പ് ഡിസ്പ്ലേ ഒക്കെ വന്നിട്ടുണ്ട്, അതുപോലെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം മാറിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് കണ്ടിട്ടായിരിക്കും. അപ്പോൾ അത് മാറിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് എന്തായാലും ഇതിൻ്റെ നമുക്കറിയാം 4 മോഡൽസിലാണ് ശരിക്കും ബലീനോ അവൈലബിൾ ആയിട്ടുള്ളത്. പണ്ട് തൊട്ട് അങ്ങനെ തന്നെയാണെന്ന് വെച്ചാൽ 2015 തുടങ്ങിയ മോഡലാണ്. ഫസ്റ്റ് ഇറങ്ങിയത് ബലീനോ 2015 പിന്നെ 19 നമുക്ക് അതിനൊരു ഫേസ് ലിഫ്റ്റ് വന്നു. അതും പക്ഷേ വലിയ ഡിഫറൻസ് ഒന്നുമില്ല, ജസ്റ്റ് ആ ഫ്രണ്ടിൽ ചെറിയൊരു ബമ്പറിൻ്റെ ഡിഫറൻസ് ഒക്കെ ഉള്ളൂ. പക്ഷേ ഈ പ്രാവശ്യം 2022 ഇറങ്ങാൻ പോകുന്നത് നല്ല ഡിഫറൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. ആക്ച്വലി ഫ്രണ്ട് ലുക്ക് വൈസും ഒക്കെ എക്സ്റ്റീരിയർ ലുക്കൊക്കെ വലിയ ഡിഫറൻസ് ഇല്ലെങ്കിലും ഇത് ചെറിയ ഒരു 30-40% ഒക്കെ ഡിഫറൻസ് ഉള്ളൂ. എന്ന് വെച്ചാൽ എക്സ്റ്റീരിയറിൽ ബാക്കിലും വലിയ ഡിഫറൻസ് ഇല്ല, സൈഡും വലിയ ഡിഫറൻസ് ഇല്ല. ഫ്രണ്ടിൽ ചെറുതായിട്ടൊരു ഡിഫറൻസ് ഉണ്ട്, അതുപോലെ ബാക്കിൽ ആ ടെയിൽ ലൈറ്റിനും കുറച്ച് ഡിഫറൻസ് ഉണ്ട്. അതാണ് മെയിൻ ഡിഫറൻസ് വേറെ പറഞ്ഞേക്കുന്നത് ഇതുവരെ. അതുപോലെ തന്നെ പക്ഷേ ഇൻറ്റീരിയറിൽ നല്ല ഡിഫറൻസ് ഉണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓരോ മോഡലിനനുസരിച്ച് എന്തൊക്കെയുണ്ട് ഫീച്ചേഴ്സിൻ്റെയൊക്കെ നോക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് സിഗ്മയാണ് വരുന്നത്, നിങ്ങൾ അറിയായിരിക്കും. അപ്പോൾ ഫസ്റ്റ് സിഗ്മ മോഡലിൽ നമുക്ക് ആക്ച്വലി വരുന്നത് പ്രൊജക്ടർ ഹാലജൻ ലാമ്പ് വരുന്നുണ്ട്, നല്ല കാര്യമാണ്. അതുപോലെ LED ടെയിൽ ലാംപ്സ് വരുന്നുണ്ട്, ബോഡി കളർ ബമ്പർ വരുന്നുണ്ട്, റിവേഴ്സ് പാർക്കിംഗ് ക്യാമറ വരുന്നുണ്ട്, അതുപോലെ ബ്രേക്ക് അസിസ്റ്റ് വരുന്നുണ്ട്. അതൊക്കെ ഒരു എക്സ്ട്രാ അഡീഷൻ ആണ് സെക്യൂരിറ്റിയിൽ. ഡ്യുവൽ എയർ ബാഗ്സ് വരുന്നുണ്ട്, സ്റ്റീൽ വീൽസും വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിന് ഇൻബിൽഡ് ആയിട്ട് നമുക്ക് അറിയാമായിരിക്കും. നമുക്ക് ആൽഫ മോഡലിലൊക്കെ പണ്ട് നമുക്ക് ഉള്ളിൽ നമ്മുടെ ടാക്കോമീറ്റർ, നമ്മുടെ എന്താ പറയുക, നമ്മുടെ സ്പീഡും നമ്മുടെ ഇതൊക്കെ RPM ഒക്കെ കാണിക്കുന്ന മീറ്റർ ഉണ്ടല്ലോ, അതിൽ നമുക്ക് തന്നെ ഒരു ഡിസ്പ്ലേ വരാറുണ്ട്, TFT ഡിസ്പ്ലേ, കളർ ഡിസ്പ്ലേ. അത് നമുക്ക് ആക്ച്വലി സിഗ്മ ഇതിൻ്റെ ബേസ് വേരിയൻ്റ് തൊട്ട് ഇപ്പോൾ ഇനി അടുത്ത പുതിയ മോഡലിൽ തുടങ്ങട്ടെ. സിഗ്മ വേരിൽ തന്നെ ഇത് വരുന്നുണ്ടെന്നാണ് പറയുന്നത്. TFT ഡിസ്പ്ലേ വരുന്നുണ്ട് സ്പീഡോമീറ്ററിൽ. അതുപോലെ ഓൾ പവർ വിൻഡോസ് ആണ് വരുന്നത്. ഡ്രൈവർ സൈഡ് പവർ വിൻഡോ അപ്പ് ഡൗൺ ഉണ്ട്, സെൻട്രൽ ലോക്കിംഗ് വരുന്നുണ്ട്, കീലെസ് എൻട്രി വരുന്നുണ്ട്. ഇതിൽ തന്നെ ബേസ് വേരിയൽ തന്നെ ഉണ്ടാ നല്ലൊരു കാര്യമാണ്. ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ വരുന്നുണ്ട് ബേസ് വേരിയൽ തന്നെ. റിയർ ഡിഫോഗർ വരുന്നുണ്ട്, ഗിയർ ഷിഫ്റ്റ് ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്, ടിൽറ്റ് പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട്, അതും ക്വാളിറ്റി ഉള്ളതാണ്. പിന്നെ ഡെൽറ്റയിലാണെങ്കിൽ ഇതിന് ഈ സിഗ്മയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ORVM വരുന്നുണ്ട്, അതുപോലെ ബോഡി കളർഡ് ഡോർ ഹാൻഡിൽസ് വരുന്നുണ്ട്, സ്റ്റീൽ വീൽ വിത്ത് കവർ വരുന്നുണ്ട്, ക്രോം ഗ്രിൽസ് വരുന്നുണ്ട്, അതുപോലെ റിയർ പാർസൽ ഷെൽഫ് വരുന്നുണ്ട് കേട്ടോ, അത് നല്ല കാര്യമാണ്. 7 ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീൻ വരുന്നുണ്ട് ഡെൽറ്റയിൽ. അതുപോലെ 4 സ്പീക്കർ വരുന്നുണ്ട് വിത്ത് ഓട്ടോ എന്ന് വെച്ചാൽ ആൻഡ്രോയിഡ് ഓട്ടോ, അതുപോലെ ആപ്പിൾ കാർപ്ലേയും സപ്പോർട്ട് വരുന്നുണ്ട് കേട്ടോ. സിഗ്മ വേരിയൻ്റ് ആയിട്ട് പിന്നെ വരുന്നത് നമുക്ക് സ്റ്റിയറിംഗ് വീൽ കൺട്രോൾസ് വരുന്നുണ്ട് നമുക്ക് ഡെൽറ്റയിൽ. അത് ശരിക്കും പഴയ മോഡലുണ്ടായിരുന്നു കേട്ടോ. ഇലക്ട്രിക്കലി ഫോൾഡബിൾ അഡ്ജസ്റ്റബിൾ ഓരോയുമാണ് ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞത്. പിന്നെ ഫോൺ കണക്റ്റഡ് നാവിഗേഷൻ വരുന്നുണ്ട്. ഇൻബിൽഡ് നാവിഗേഷൻ ഇല്ല, ഫോൺ കണക്ട് ചെയ്താൽ നാവിഗേഷൻ കിട്ടും. AMT മോഡലിൽ നമുക്ക് ഹിൽ അസിസ്റ്റം വരുന്നുണ്ട്, അല്ലെ ഹിൽ ഹോൾഡ് വരുന്നുണ്ട്, നല്ല കാര്യമാണ്. അപ്പോൾ ഇങ്ങനത്തെ അഡീഷൻ ശരിക്കും ആക്ച്വലി മാരുതി ഭയങ്കര കുറവാണ് കൊടുക്കുന്നത്. ഇത് ഈ പ്രാവശ്യം ആക്ച്വലി അത്യാവശ്യം നല്ല എനിക്ക് തോന്നുന്ന കോമ്പറ്റീഷൻ കാരണം തോന്നുന്നുണ്ട്. അതുപോലെ അവർ നമ്മുടെ ഔട്ടർ ഷീറ്റ് മെറ്റലും ഉപയോഗിച്ചിരിക്കുന്നതും ക്വാളിറ്റി കൂട്ടിയിട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കാരണം 70 to 100 കിലോ വരെ കൂടിയിട്ടുണ്ടെന്നും പറയുന്നതാണ് പുതിയ മോഡലിന്, കൺഫേം അല്ല കേട്ടോ. പക്ഷേ പിന്നെ നമുക്ക് ഇനി സീറ്റാഫിൻ്റെ ഫീച്ചർ നോക്കാം. മാരുതി സുസുക്കി ബലീനോ 2022 സീറ്റാണ്. അതിൽ വരുന്നത് പിന്നെ LED പ്രൊജക്ടർ ലാമ്പ് എക്സ്ട്രാ വരുന്നത്, അലോയ് വീൽസ് പെയിൻറ്റഡ് ആണ് വരുന്നത്, ക്രോം പ്ലേറ്റഡ് ഡോർ ഹാൻഡിൽസ് വരുന്നുണ്ട്, ആംബ്രസ്റ്റ് വരുന്നുണ്ട്, സ്ലൈഡിംഗ് ആയിട്ടുള്ള ഫംഗ്ഷൻ വരുന്ന ആംബ്രസ്റ്റാണ് വരുന്നത്, 60/40 റിയർ സ്പ്ലിറ്റ് വരുന്നുണ്ട്, TFT ഡിസ്പ്ലേ വരുന്നുണ്ട്, റിയർ സീറ്റ് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട്, ഫ്രണ്ട് ഫുഡ് വെൽ ലാമ്പും വരുന്നുണ്ട് താഴെ. അതാണ്. പിന്നെ 7 ഇഞ്ച് ടച്ച് സ്ക്രീൻ വരുന്നുണ്ട് ഡെൽറ്റ വരുന്നത് തന്നെ. പിന്നെ നമുക്ക് അതിൽ പിന്നെ എക്സ്ട്രാ അഡീഷൻ ആയിട്ട് സ്പാർട്ട് പ്ലേ പ്രോ പ്ലസ് എന്ന് പറഞ്ഞൊരു ഫീച്ചർ വരുന്നുണ്ട്, വോയിസ് അസിസ്റ്റൻറ്റ് ഫീച്ചർ. പക്ഷേ OT അപ്ഡേറ്റ്സ് വരും, 2 ട്വീറ്റേഴ്സും വരുന്നുണ്ട്, സുസുക്കി കണക്റ്റും അലക്സ കണക്റ്റും വരുന്നുണ്ട് ഈ ഇതിലിട്ട്. നമുക്ക് ഡെൽറ്റയിൽ അതില്ല, സീറ്റയിൽ ഈ ഫീച്ചേഴ്സ് എക്സ്ട്രാ ഉണ്ട്. അതുപോലെ റിയർ AC വെൻസ് വരുന്നുണ്ട്, റിയർ ഫാസ്റ്റ് ചാർജിങ് USB സപ്പോർട്ട് വരുന്നുണ്ട്, ഡ്രൈവിംഗ് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ വരുന്നുണ്ട്. അത് സീറ്റ തൊട്ട് വരുന്നുണ്ട്, നമുക്ക് പണ്ടൊക്കെ ആൽഫയിൽ മാത്രമേ ഉണ്ടാകുന്നുള്ളൂ.
ടെലിസ്കോപ്പിക് പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട്, സ്റ്റാർട്ട് ഓഫ് ബട്ടൺ വരുന്നുണ്ട്, റിയർ വൈപ്പർ വിത്ത് വാഷർ വരുന്നുണ്ട്, 6 എയർ ബാഗ്സ് വരുന്നുണ്ട്, റിയർ വ്യൂ ക്യാമറയും വരുന്നുണ്ട്. അപ്പോൾ അവർ എയർ ബാഗ്സിൻ്റെ കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ടുണ്ട്. സെക്യൂരിറ്റി ഫീച്ചേഴ്സിലൊക്കെ അത്യാവശ്യം കൂടിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മിക്കവാറും നമ്മുടെ ഇപ്പോഴത്തെ ബലീനൊക്കെ ഒരു നമ്മുടെ പുറത്തൊക്കെ ക്രാഷ് ടെസ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് 3.5 സ്റ്റാർ സംതിങ് കിട്ടിയിരുന്നത്. അപ്പോൾ അതിനെന്തായാലും കൂടാൻ ചാൻസ് അല്ല കൂടിയെന്ന് പറഞ്ഞേക്കുന്നത് ഇതുവരെ ന്യൂസ് വന്നേക്കുന്നത്. പിന്നെ നമുക്ക് ഇനി ആൽഫയിലാണെങ്കിൽ ഇതിൽ 16 ഇഞ്ചിൻ്റെ ഡ്യുവൽ ടോൺ പ്രിസിഷൻ കട്ട് അലോയ് വീൽസ് വരുന്നുണ്ട്, LED ഫോഗ് ലാംപ്സും വരുന്നുണ്ട്, അതുപോലെ LED DRLും വരുന്നുണ്ട്, UV കട്ട് ഗ്ലാസ് വരുന്നുണ്ട്, ലെതർ റാപ്പർ സ്റ്റിയറിംഗ് വീല് വരുന്നുണ്ട്, 9 ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീനാണ് വരുന്നത്, സറൗണ്ട് സെൻസ് പവർഡ് ബൈ ആർക്കിംസ് ഹെഡ് ഡിസ്പ്ലേ വരുന്നുണ്ട്, ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട്. അപ്പോൾ ക്രൂസ് കൺട്രോൾ എല്ലാത്തിലും ഇല്ല കേട്ടോ, നമുക്ക് ആൽഫയിൽ മാത്രമേ ഉള്ളൂ. ഓട്ടോ ഫോൾഡിംഗ് ORVM വരുന്നുണ്ട്, ഓട്ടോ ഡിമ്മിങ് IRVM വരുന്നുണ്ട്, കോ ഡ്രൈവർ വാറണ്ടി ലാമ്പ് വരുന്നുണ്ട്, 360 വ്യൂ ക്യാമറ വരുന്നുണ്ട്, അത് നല്ലൊരു കാര്യമാണ്. അതുപോലെ നമുക്ക് എൻജിൻ കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ് കേട്ടോ. 1.2 ലിറ്റർ ഡ്യുവൽ ജെറ്റ് VVT എഞ്ചിനാണ് വരുന്നത്, 89 HP പവറാണ്, അതൊക്കെ സെയിം ആണ്, ഡിഫറൻസ് ഒന്നുമില്ല. 5 സ്പീഡ് മാനുവലും 5 സ്പീഡ് AMT വരുന്നുണ്ട്. AMT അവരെന്താണ് അവിടുത്തെ എനിക്ക് മനസ്സിലാവാത്തത്. CVT പറഞ്ഞാൽ ഇതുവരെയൊക്കെ CVT ആയിരുന്നു, ഇപ്പോൾ ഇവരെ എന്താ AMT ആക്കിയോ? ദർ ഇസ് നോ CVT ഓപ്ഷനാണ് പറയുന്നത്. അതൊന്ന് ബോറ് പരിപാടിയാണ്. AMT ശരിക്കും റേറ്റ് കുറഞ്ഞ വണ്ടികൾക്ക് കൊടുക്കാനുള്ളത്, അതിപ്പോൾ റേറ്റും കൂട്ടി ഒരു CVT കൊടുക്കാൻ പോകണം, അല്ല AMT കൊടുക്കാൻ പോകണം, എന്ത് പരിപാടിയാണ്? അപ്പോൾ ഇത്രയൊക്കെ ഡീറ്റെയിൽസാണ് വരുന്നത്. ശരിക്കും ഇതിൻ്റെ ഒരു കോമ്പറ്റീറ്റേഴ്സായി വരുന്നത് i20യും അതുപോലെ ആൾട്രോസും വോൾസ്വാഗൺ പോളൊക്കെയാണ്. ഇത് വെച്ച് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഹുണ്ടായിൽ നമ്മുടെ i20യിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഫീച്ചർ വരുന്നത്. എനിക്ക് എന്തായാലും ഇപ്പോഴും ഇനി പുതിയ ഇറങ്ങിയ പോണ ബലേനോയിലും അതിൻ്റെ അത്ര ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. ബാക്കിയെല്ലാം കണക്ക് തന്നെയാണ്. ആൾട്രോസും പോളോനൊക്കെ ഫീച്ചേഴ്സ് ഓൾമോസ്റ്റ് സെയിം ആണ്, വലിയ കൂടുതലൊന്നും പറയാനില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് ഡീറ്റെയിൽസ് വന്നേക്കുന്നത്. അപ്പോൾ ഇത് ഫുള്ളി കൺഫേം അല്ല, എന്നാലും ഒരു 90% കൺഫേം ആണ്. എന്താ പറയുക ഈ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ കേട്ടോ. അതുപോലെ ഒഫീഷ്യലായിട്ട് ഇവർ ലോഞ്ച് ചെയ്തും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. നിങ്ങൾ എന്തായാലും ബലേനോ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എന്തായാലും ഇപ്പോൾ പഴയ ബലേനോട്ടും നല്ല ഇമ്പ്രൂവ്ഡ് ആണ്. ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ നല്ലോണം ഇമ്പ്രൂവ്ഡ് ആണ്. ശരിക്കും ഫീച്ചർ വൈസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ബലേനോ ഇപ്പോഴത്തെ ഇപ്പോൾ 2020 നോക്കിയാൽ തന്നെ ഫീച്ചർ വൈസ് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ബാക്കിലാണ്. എന്നുവെച്ചാൽ മാരുതി ഫീച്ചേഴ്സിന് അങ്ങനെ കൊടുക്കാറില്ല. എന്ന് വെച്ചാൽ അവർക്ക് സെയിൽസ് ഉള്ള കാരണം അവർക്ക് കോമ്പറ്റീഷൻ ഇല്ല, അതുകൊണ്ട് അവർ ഇതൊക്കെ കുറച്ചിട്ടൊക്കെ തന്നെ കൊടുക്കാരും. അപ്പോൾ ഇത് അത്യാവശ്യം കുറച്ചും കൂടി ഫീച്ചേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്, അതൊരു നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്യുക, അവർ സപ്പോർട്ട് ചെയ്യാൻ പറയട്ടെ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ മെസ്സഞ്ചറിൽ മെസ്സേജ് ചെയ്താലും മതിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ.